ലോകത്തേതെങ്കിലും ഒരു പാർലമെന്റിൽ കടുത്ത പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ന്യൂസിലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയായ ഹന റൗഹത്തി മൈപ്പി ക്ലാർക്ക് എന്ന 22-കാരിയുടെ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. ന്യൂസിലൻഡ് പാർലമെന്റിനെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് തദ്ദേശീയരായ മവോരി ഗോത്ര ജനതയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരെ നടന്ന ഹനയുടെ പ്രതിഷേധം ലോകശ്രദ്ധ തന്നെ നേടുകയാണെന്ന് പറയേണ്ടി വരും. രൂക്ഷമായ പ്രകടനത്തോട് പ്രതികരിക്കുന്നതിനൊപ്പം നിരവധി നെറ്റിസൺമാർ ന്യൂസിലൻഡ് പാർലമെന്റിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുകയാണ്. ഒരിക്കൽ കൂടി ഈ നവംബറിൽ പാർലമെന്റ് അംഗം ഔദ്യോഗിക പരിസരത്ത് തൻ്റെ കാലുകൾ ചവിട്ടി മുഷ്ടി ചുരുട്ടി ദേഷ്യപ്പെട്ട മുഖഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പരമ്പരാഗത ഹക്ക നൃത്തച്ചുവടുകൾ പ്രദർശിപ്പിക്കുന്നത് കണ്ടു. ഇത്തവണ 1840 ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി മറ്റു രാഷ്ട്രീയക്കാരും ചേർന്ന് ശക്തമായ ഹക്ക നൃത്തത്തിലേക്ക് അവർ പ്രവേശിച്ചു. ബ്രിട്ടീഷ് കിരീടവും മവോരി ജനതയും തമ്മിലുള്ള 184 വർഷം പഴക്കമുള്ള ഉടമ്പടിയുടെ വ്യാഖ്യാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ട ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ഹന തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹന ബിൽ പേപ്പറുകൾ കയ്യിൽ പിടിച്ച് പ്രതിഷേധിക്കാൻ അവ കീറിക്കളഞ്ഞു. വെല്ലുവിളിയുടെ താളാത്മകമായ മവോരി മന്ത്രോച്ചാരണമായി ഹന ഹക്ക നൃത്തം ആരംഭിച്ചപ്പോൾ അവളുടെ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പൊതു ഗ്യാലറിയിൽ നിന്ന് സെക്ഷന് സാക്ഷ്യം വഹിക്കുന്ന കാണികളും ഒപ്പം ചേർന്നു. ഇതേ തുടർന്ന് ഹനയെ നിശ്ചിത ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും വിവാദ ബില്ലിന് വേണ്ടി വോട്ട് ചെയ്യാൻ ലക്ഷ്യമിടുന്ന പാർലമെന്റ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഹന രൂക്ഷമായ മുഖഭാവത്തോടെ ചടുലമായ അംഗവിക്ഷേപണങ്ങൾ നടത്തി പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ കീറിക്കളയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 50 ലക്ഷം വരുന്ന ന്യൂസിലൻഡ് ജനസംഖ്യയുടെ 20% വരും മവോരി ജനത. വെള്ളക്കാർക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ന്യൂസിലൻഡിലെ ആദിവാസി ജനതയുടെ ഭാഷയും സംസ്കാരവും ഉൾപ്പെടെയുള്ള പ്രത്യേക അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന നീക്കമാണ് നിലവിലെ വലതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന ഈ നിയമനിർമ്മാണമെന്നാണ് പ്രതിഷേധക്കാരുടെ വിമർശനം. പാർലമെന്റിലെ മറ്റു മവോരി എംപിമാരുടെയും ഗ്യാലറിയിലെ സന്ദർശകരുടെയും വലിയ പിന്തുണയാണ് പുതിയ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചാവേളയിൽ ഹനയ്ക്ക് ലഭിച്ചത്. ബില്ലിനെ എതിർക്കുന്ന മവോരി വിഭാഗത്തിലെ ജനപ്രതിനിധികളും അവൾക്കൊപ്പം പ്രതിഷേധ നൃത്തം ചവിട്ടി. ഉച്ചത്തിലുള്ള ശബ്ദത്തോടെയും ചടുലമായ ചുവടുകളോടെയും തുടങ്ങിയ ഹക്ക നൃത്തം ഇവർ ആരംഭിച്ചതോടെ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ ഇരിപ്പിടങ്ങളിലേക്കും പബ്ലിക് ഗ്യാലറിയിലേക്കും നൃത്തത്തിന്റെ അലയൊലികൾ വ്യാപിച്ചു. പാർലമെന്റ് ഒരേ സമയം ഒരു നൃത്തക്കളവും യുദ്ധക്കളവുമാകുന്ന കാഴ്ചയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനം കണ്ടത്. പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റ് നിർത്തിവെച്ച് പ്രതിഷേധം തുടങ്ങിവെച്ച ഹനയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യയെയും ഇന്ത്യൻ സംസ്കാരത്തെയും വർഷങ്ങളോളം ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ 1800കളിൽ ഇംഗ്ലണ്ടിൽ നിന്നും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് കുടിയേറി അവിടുത്തെ തദ്ദേശീയ ആദിവാസി ജനതയ്ക്ക് മേൽ അധിനിവേശം നടത്തിയവരാണ് അവിടെയുള്ള വെള്ളക്കാരെന്നാണ് ചരിത്രം പറയുന്നത്. തദ്ദേശീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കുടിയേറ്റക്കാരും മവോരി ജനതയും 1840 വൈതാങ്കി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയിൽ ഭേദഗതികൾ വരുത്താനുള്ള നീക്കമാണ് പാർലമെന്റിലെ പുതിയ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഭേദഗതി അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുമെന്നും വംശീയ വിദ്വേഷത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോത്ര ജനത രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. സർക്കാർ സംവിധാനങ്ങളിലും പൊതുയിടങ്ങളിലും രാജ്യത്ത് മവോരി ഭാഷയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള വ്യവസ്ഥ കൂടിയും ഈ ബില്ലിലുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള ഗോത്ര ആദിവാസി വർഗ്ഗങ്ങളുടെ തനതായ സംസ്കാരത്തിനുമേൽ അധിനിവേശങ്ങൾ നടക്കുന്ന ഈ സമയത്ത് വ്യത്യസ്തമായ ഹക്ക നൃത്തത്തിലൂടെ ഹനയും കൂട്ടരും പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ പ്രതിഷേധ നൃത്തവും അതിൻ്റെ അന്തസത്തയും ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ബില്ലിനുമേൽ വ്യാപകമായ ചർച്ചകളും നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.